ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മുടെ അൻവർ സഖാവ് ഒരു പാർട്ടിയൊക്കെ രൂപീകരിച്ചു. പക്ഷേ പാർട്ടി രൂപീകരിക്കാനൊക്കെ ഒരുങ്ങിയത് അപ്പോഴാണ് പാർട്ടി രൂപീകരിച്ച് കഴിഞ്ഞാൽ MLA സ്ഥാനം പോകുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് ഡെമോക്രാറ്റിക് എല്ലാവരെയും കൂടെ ഉൾപ്പെടുത്തി ഒരു പാർട്ടി അണിനിരത്തിക്കൊണ്ടൊരു പാർട്ടിയാണെന്നാണ് പറയുന്നത്, DMK. പക്ഷേ സ്റ്റാലിൻ്റെ കൂടെ നിൽക്കാനാണ്, നമ്മുടെ തമിഴ്നാട്ടിലെ DMK മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ കൂടെ നിൽക്കാനാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം DMK സ്റ്റാലിൻ എന്ന് പറയുന്നത് നല്ലൊരു മുഖ്യമന്ത്രിയാണ്. കാരണം ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. കാരണം ഇവിടെ റേഷൻ കടയിലെല്ലാം എല്ലാവർക്കും സൗജന്യ റേഷനാണ്, പൈസ കൊടുക്കുകയേ വേണ്ട. അത് നല്ല ഒന്നാന്തരായി പരിപ്പ്, പഞ്ചസാര എല്ലാ കാർഡിനും കിട്ടുന്നുണ്ട്. ഇവിടെ BPL APL അങ്ങനൊന്നുമില്ല, എല്ലാവർക്കും കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന സൗജന്യമായിട്ട് കൊടുക്കുന്ന അരിയെല്ലാം ആരും ഉപയോഗിക്കുന്നില്ലെന്നുള്ളതാണ്. നല്ല ഒന്നാന്തര അരി, അത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുക നമ്മുടെ കേരളത്തിലോട്ട്. ഇവിടെ കുറേ പേരുണ്ട്, അവർ ഇതെല്ലാം മേടിച്ചിട്ട് കേരളത്തിലോട്ട് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഈ വാങ്ങുന്നവരെന്തോ ഇവിടെ 5 രൂപയ്ക്ക് വന്ന് എടുക്കാൻ ആളുകളുണ്ട്. കാരണം നമുക്ക് റേഷൻ കടയിൽ നിന്ന് ചുമ്മാതെ കിട്ടുന്ന അരിയാണേ, അതിവിടെ 5 രൂപയ്ക്ക് വിൽക്കും. ഈ വാങ്ങുന്നവർക്ക് 10 രൂപ 15 രൂപ കിട്ടും. അവർ ഈ വീടുകളിൽ നിന്ന് 5 രൂപയ്ക്ക് വാങ്ങിയിട്ട് അവർ ഹിന്ദിക്കാർക്ക് വിൽക്കും. ഹിന്ദിക്കാർ ഈ അരിയാ തിന്നുന്നത്, ഈ സാപ്പാടാണ് തിന്നുന്നത്. നല്ല ഒന്നാന്തര അരി. പച്ചരി, ഗോതമ്പിന് ഗോതമ്പ്, അരിശിക്ക് അരി, എല്ലാം ഉണ്ട്. പിന്നെ സ്ട്രൈക്കില്ലാത്തൊരു ഒരു നാടും കൂടാണ്. അത്യാവശ്യ സ്ട്രൈക്കൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെയൊക്കെ താമസിച്ചിരുന്ന ഓരോരുത്തർ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സ്ട്രൈക്കുകളേ ഉള്ളൂ. ബന്ധമൊക്കെ ഇവിടെ എത്ര രൂപ കൂലി കൊടുത്താലും ചോദിക്കാനും ആരുമില്ല. ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ആരും ചോദിക്കാനില്ല. അതുകൊണ്ടല്ലേ എല്ലാവരും ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങുന്നത്. ഇവിടെ പകുതി നമ്മുടെ മലയാളീസാണ്. അതുകൊണ്ട് DMK സ്റ്റാലിൻ്റെ കൂടെ നിൽക്കുകയാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സിൽ പൈസ കൊടുക്കണ്ട, ഫ്രീയാണ് ടിക്കറ്റ്. ഒരുപാട് നല്ല ഗുണങ്ങളുള്ള ഒരു മുഖ്യമന്ത്രിയാണ് സ്റ്റാലിൻ. അപ്പോൾ അൻവർ സഖാവ് പിടിച്ചത് പുളിങ്കൊമ്പേല. സഖാവിനറിയാം DMK സ്റ്റാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ പോരുമെന്ന്. കാരണം അത്രയ്ക്ക് എല്ലാവർക്കും നല്ലത് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അൻവർ സഖാവ് പാർട്ടി രൂപീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ചേരാം കേട്ടോ, DMKയുടെ കൂടെ ആണെങ്കിൽ. വേറെ ആരോടെ ആണെങ്കിൽ ഞാൻ പറയുന്നില്ല, DMKയുടെ ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ അതിൻ്റെ കൂടാണ് അൻവർ സഖാവ് പറഞ്ഞ ഒരു കാര്യം. നമ്മുടെ ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞ, പക്ഷേ സസ്പെൻഡും ഇല്ല, ഒന്നുമില്ല. സ്ഥലം മാറ്റം കണ്ടേ ഉള്ളൂ, വേറെ ഒരു പൊസിഷനിലോട്ട് മാറ്റി കൊടുത്തതേ ഉള്ളൂ. പക്ഷെ അത് പ്രതിപക്ഷമൊന്നും ഏറ്റെടുക്കുന്നില്ല, അൻവറും ഏറ്റെടുക്കുന്നില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നെ മനാവിൻ്റെയും അർജുൻ്റെയും കുടുംബത്തിലെ ഒരു നല്ല പ്രവൃത്തി ഹാഷ്മി മുഖാന്തരം നടന്നു. ഹാഷ്മി നമ്മുടെ 24 ചാനലിലെ അവതാരകനല്ല, റിപ്പോർട്ടർ അല്ല, ന്യൂസ് വായിക്കുന്നത്. അങ്ങനെ മനാഫൊക്കെ പോയി അവിടെ ചെന്ന് അർജുൻ്റെ വീട്ടിൽ പോയി എല്ലാം പറഞ്ഞ് ഒത്തീർപ്പായി. ഇപ്പോൾ അവർ ഒരു കുടുംബം പോലെ. അതുകൊണ്ട് ഇനി ആരും സോഷ്യൽ മീഡിയയിൽ കൂടി അവരെ ചീത്ത പറയണ്ട. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ പോയിട്ട് വരാം. ബൈ.